പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സ്പീക്കർ എ.എൻ. ഷംസീറും തമ്മിലുള്ള വാക്പോരിൽ സ്തംഭിക്കുകയായിരുന്നു നിയമസഭ. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടതോടെയാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നത്. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് സ്പീക്കർ തന്റെ പ്രസംഗം തടസ്സപ്പെടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഇന്നലത്തേതിന് സമാനമായിരുന്നു സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സഭയിലെ വാക്പോര്. അടിയന്തര പ്രമേയത്തിന് മന്ത്രിമാർ മറുപടി നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വാക്കൌട്ട് പ്രസംഗം ആരംഭിച്ചു. പ്രസംഗം തുടങ്ങി 9-ാം മിനിറ്റ് എത്തിയതോടെ സ്പീക്കർ ഇടപെട്ടു. കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കുറച്ചു. അങ്ങയായിട്ട് വഴക്കടിപ്പിക്കില്ല എന്നെ. പ്രസംഗം 13-ാം മിനിറ്റിലേക്ക് കടന്നതോടെ സ്പീക്കർ വീണ്ടും ഇടപെട്ടു. അങ്ങ് എന്റെ പ്രസംഗം അങ്ങനെ കൺട്രോൾ ചെയ്യും. അങ്ങ് പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. അങ്ങ് തന്നെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്കൌട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന്. പ്ലീസ്, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. 13 മിനിറ്റായി. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി സഭ സുഗമമായി നടത്താമെന്ന് കരുതരുതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഇല്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. പ്രതിപക്ഷാംഗങ്ങളെ തിരിച്ചു വിളിക്കണമെന്ന് സ്പീക്കർ. താനല്ല പ്രശ്നത്തിന് തുടക്കം കുറിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിത്തൗട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് 9 മിനിറ്റ്സ് വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല, ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ ഫ്രം ചെയർ യു സ്പോക്ക് 9 മിനിറ്റ്സ്. ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു സ്പീക്ക് ഹിയർ. ഇതോടെ നടപടികൾ സ്പീക്കർ വേഗത്തിലാക്കി ധനാഭ്യർത്ഥനകൾ പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്പീക്കർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തി. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോൾ തുടർച്ചയായി ബഹുമാന്യനായ സ്പീക്കർ അത് തടസ്സപ്പെടുത്തുകയാണ്. സത്യത്തിൽ സ്പീക്കർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ, സർക്കാരിനെ സന്തോഷിപ്പിക്കാനും മനഃപൂർവ്വമായിട്ടാണ്. വരും ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നെങ്കിൽ കർശന നിലപാട് സ്പീക്കർക്കെതിരെ സ്വീകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.